ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. സാൽവേഷൻ ആർമി മിഷൻ നെറ്റ്വർക്കിലൂടെ വീണ്ടും ഒരു സന്ദേശം ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കാകുന്നു. ഇന്നത്തെ ചിന്താവിഷയം 90 സങ്കീർത്തനം 12 വാക്യമാണ്. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് നാളുകൾ എണ്ണുക. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം അവസാനം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ, അതിനെക്കുറിച്ച് ഉറപ്പ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഈ സങ്കീർത്തന ഭാഗത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 90 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസാനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. 90 സങ്കീർത്തനം 3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നീ മർത്യനെ പൊടിയിലേക്കും മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. മനുഷ്യനെ തിരികെ വിളിക്കുന്നത് ദൈവമാകുന്നു എന്നാണ് ഈ വാക്യം അർത്ഥമാക്കുന്നത്. മറ്റൊരു വാക്യമാണ് 10 വാക്യം: ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80. ഈ വേദഭാഗം പഠിക്കുമ്പോഴും അവിടെ മനുഷ്യൻ്റെ ആയുസ് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഇതെഴുതുന്ന കാലഘട്ടങ്ങൾ മനുഷ്യൻ്റെ ആയുസ് ഒരുപക്ഷെ അതിനേക്കാൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് അത് ഈ കണക്ക് ശരിയായി വരുന്നു എന്നുള്ളതാകുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യൻ്റെ തുടക്കവും അവസാനവും എന്തായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് 90 സങ്കീർത്തനം നമുക്ക് നൽകിയിരിക്കുന്നത്. മൂന്നാമത് നാം ചിന്തിക്കുമ്പോൾ ഈ വേദഭാഗത്ത് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ നാളുകളെ എണ്ണുവാൻ അത് ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമാകുന്നു. പലർക്കും തങ്ങൾ എത്രമാത്രം ഏതെല്ലാം കാലഘട്ടം വരെ എത്ര പ്രായം അവർ ജീവിച്ചിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ജ്ഞാനം അവർക്കില്ല എന്നുള്ളതാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ നാളുകൾക്ക് കൃത്യത പാലിക്കുവാനും കൃത്യത ഉറപ്പുവരുത്താനും കഴിയേണ്ടതാകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇന്റർവ്യൂ നടത്തിയ വ്യക്തി അവിടെ വന്നിരുന്നവരോട് ഓരോരുത്തരോടും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു: നിങ്ങൾക്ക് എത്ര നാൾ ഇവിടെ സേവനം ചെയ്യാൻ കഴിയും? ഓരോരുത്തർ പറഞ്ഞു അവരുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി സേവന കാലഘട്ടത്തെ നിശ്ചയിക്കുകയുണ്ടായി. എന്നാൽ ഒരു ഉദ്യോഗാർത്ഥി ഇങ്ങനെ പറയുകയുണ്ടായി: എൻ്റെ സേവന കാലഘട്ടം നിശ്ചയിക്കുന്നത് 2 കരങ്ങളിലാകുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കരം ദൈവമാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കരങ്ങളിലാകുന്നു എൻ്റെ സേവന കാലഘട്ടം പൂർണ്ണമായും നിലനിൽക്കുന്നത്. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ എൻ്റെ കാലഘട്ടം തീരും. മറ്റൊരു കരമാകുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ്റെ കരം. അദ്ദേഹം എന്ന് എനിക്ക് അത് സേവനത്തെക്കുറിച്ച് അവസാനം കൽപ്പിക്കുന്നുവോ അന്ന് വരെ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറയുകയുണ്ടായി. ആ ഉദ്യോഗാർത്ഥിയുടെ മറുപടി എന്താ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് അവരുടെ സേവനത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ജ്ഞാനമുള്ള ഒരു ഹൃദയമുണ്ടായിരുന്നു. നമുക്ക് അത്തരത്തിലുള്ളൊരു ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമായിരിക്കാകുന്നു. ഈ കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് മാസം 18 എൻ്റെ ഭാര്യ ലഫ്റ്റനന്റ് കേണൽ സ്നേഹദീപം മഹത്വ രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. വാസ്തവത്തിൽ പെട്ടെന്നുള്ള ഒരു മരണം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞങ്ങൾ ഏറെ നിരാശപ്പെടുത്തിയ ഒരു ചോദ്യമായിരുന്നു, ഒരു ചിന്തയായിരുന്നു. ഈ 18 എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ ആകസ്മികമായി നമ്മെ വിട്ടു പോകാറുണ്ട്. ചിലപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ കാത്തിരിപ്പിന് ഒടുവിൽ അവർ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടാറുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് സങ്കീർത്തനക്കാരൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്: നമ്മുടെ നാളുകളെ എണ്ണുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ, ആ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അത് ക്രിസ്തുവിലാകട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവിതമുണ്ട് എന്നുള്ള വിശ്വാസം ഓരോ ക്രൈസ്തവർക്കും ഉണ്ടാകണമെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ താല്പര്യമാകുന്നു. ആ ഒരു നിത്യതയുടെ അനുഭവം പ്രേക്ഷകർക്ക് ലഭ്യമാകട്ടെ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.